വന്ന് 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 രണസുനക്കെതിരെ ശക്തമായിട്ടുള്ള അലിഗേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ഏതോ ഒരു സ്ത്രീ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത് ആരും മൈൻഡ് ചെയ്തില്ല. ഈ രണസുന ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം അവരെ കൊണ്ടുപോകുന്ന ടീംസിൽ ആരൊക്കെയോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ്, വലിയ ടീമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അവർ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഷെഫീന ബീവി കുറച്ച് ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൃത്യമായ എവിഡൻസ് പുറത്തു വിടും. പോലീസുകാർക്ക് അത് കൈമാറിയിട്ടുണ്ട്. പോലീസുകാർ ഉടനെ തന്നെ രണസുനയെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിന് ഒരു തീർപ്പായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് ശബ്ദ സന്ദേശങ്ങൾ കേൾക്കാനുണ്ട്. കേൾക്കാം, കുറച്ച് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അന്ന് ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു, രേണുസുതി. ഇവിടെ ഉണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കുമ്പോ അന്ന് അത് ഇങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്തെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ സത്യത്തിൽ ഷെബീനയുടെ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, ഷെബീന ഇതൊന്നും ഇത് പറയുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഇവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഇവളെയൊക്കെ പിടിക്കാനാണ് പെണ്ണുങ്ങൾ മാസത്തിലും ആഴ്ചയിൽ 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ പോകുന്നത്. പോയിട്ട് നാട്ടിൽ നിന്ന് വെമ്പുതറിയും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ഈ പാപ്പിലോണിൻ്റെ തന്നെ ഒരു അവിടുത്തെ ആ മാനേജർ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആദ്യം റാസൽ കെയ്മ, അത് കാന്താരി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതിപ്പോൾ ആ കാന്താരി റെസ്റ്റോറൻറ്റ് മാറിയിട്ട് ആ റാസൽ കൈമയിൽ ഇപ്പോൾ വേറെ ഏതോ പേരിലാണ് ഒരു ബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, രണസുനയെ പോലെ തന്നെ ഓരോ ആളുകൾ ആഴ്ച കൂടുന്തോറും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അണിഞ്ഞുകൊണ്ട്, ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഗൾഫിൽ നിന്നും ഇത്ര പവനാളം കൊണ്ടുവരാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രണസുനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രണസുന ഈ ഒരു കള്ളക്കടത്തിന്റെ ഭാഗമാണെന്നൊന്നും എനിക്കറിയില്ല, ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവർ പലപ്പോഴായിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് വിലപ്പെട്ട പല സാധനങ്ങളും പല ആളുകളും ഗിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. മാലയെ കുറിച്ച് പറയുന്നത് 2 തവണയാണ്, നെക്ലേസ് മാലയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നീട് ആ മാലയൊന്നും അവരുടെ ശരീരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ പല സാധനങ്ങളും ഗിഫ്റ്റ് ചെയ്യപ്പെട്ടതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലുള്ള ഓഫീസർമാർ കൃത്യമായി പരിശോധന നടത്താതെ ഒരാളെയും പുറത്തേക്ക് വിടില്ല. അപ്പൊ അത് കണ്ണ് വെട്ടിച്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ശരീരത്തിൽ ഇത്ര സ്വർണം കൊണ്ടുവരാൻ കഴിയും, അത് സ്ത്രീകൾക്ക് കൂടുതലും പുരുഷന്മാർക്ക് കുറവാണെന്നുള്ളതാണ്. അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നതിൽ കൊണ്ടുവരുന്നുണ്ടോന്നൊന്നും പറയാൻ കഴിയില്ല. രണസുന കൊണ്ടുവരുന്നുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ രണസുന അവിടെ ഇടക്കിടക്ക് പോയി വരാറുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഈ സ്ത്രീ പറഞ്ഞത്. ഈ ഒരു പുരുഷന്റെ ശബ്ദം അല്ല, അതൊരു സ്ത്രീയുടെ ശബ്ദമാണ്. അവരുടെ ഒറിജിനൽ വോയിസിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അത് പോലീസുകാർക്ക് മാത്രമാണ് ഷെഫീന ബീവി കൈമാറിയിട്ടുള്ളത്. അവിടെയാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ രേണു ഇപ്പൊ പോയിട്ട് വന്നത്. ഇവരുടെ ഒരു പിന്നെ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പാപ്പുലോ റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് തുടങ്ങി. അന്ന് രേണു സുധിയെ വരഞ്ഞു തുടങ്ങി. അന്ന് ഞാൻ ചെന്നപ്പോഴാണ് പാപ്പുലോണിൽ വെച്ചിട്ട് രേണുവിനെ കാണുന്നത്. ഓക്കെ, ആ റെസ്റ്റോറന്റ് പേര് മാറിയിട്ടുണ്ടല്ലേ? ആദ്യം വേറെ പേരായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് ആക്കിയെന്നാ പറയുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് രണസുനയെ ഈ ചേച്ചി കാണുന്നത് എന്നാണ് പറയുന്നത്. അവിടെ മുതലാണ് ഒരു സംശയം തോന്നുന്നത്. കാരണം പിന്നീടും ഒരുപാട് റെസ്റ്റോറന്റുകളുടെയും ഹോട്ടൽസിന്റെ ഒക്കെ ഉദ്ഘാടനങ്ങൾക്ക്, ബാറുകളുടെ ഉദ്ഘാടനത്തിനാണ് ഏറ്റവും കൂടുതൽ രണസുന അവിടെ ചെന്നിട്ടുള്ളത്. അപ്പൊ അവരെ കൊണ്ടുവരുന്ന ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ടീമാണെന്നാണ് ഈ ചേച്ചി പറയുന്നത്. ഈ സ്വർണ്ണക്കടത്തും അതും ഇവർ ആഴ്ചയിലും മാസത്തിലും പോണ പെണ്ണുങ്ങളുണ്ട് അവിടെ. ഇപ്പോഴെ എണ്ണത്തിന് ഞാൻ പറഞ്ഞു വരാം, അതെല്ലാം രഹസ്യമായിട്ടാണ്. ജന നാട്ടിൽ പോകും, നാട്ടിൽ നിന്ന് കൊച്ചു കമ്പളാരെ കൊണ്ടുവരും. അങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ നടത്തുന്നത്. ഇവർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് സ്വർണ്ണത്തിൻ്റെ ഇതുണ്ട്. എന്നാൽ അതിലുള്ള ഞാൻ ഈ പറയുന്ന ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡി എവളുമായിട്ട് നദിയിൽ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരാൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പാടുന്നത്. അപ്പം ആ വീഡിയോയിൽ ഉണ്ട്. പക്ഷെ എൻ്റെ വേറൊന്നും പറയണ്ട കേട്ടാ, സംഭവം ഇങ്ങനത്തെ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ആളുടെ ഒരു ഡൗട്ടാണോ, അല്ലെങ്കിൽ ആള് ഉറപ്പിച്ചു തന്നെയാണോ പറയുന്നത്? കാരണം ഇങ്ങനെ അലിഗേഷൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് കൃത്യമായ എവിഡൻസ് വേണം. പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ടാകാം, എന്നാലും ചോദിക്കുകയാണ്, ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നിരന്തരമായിട്ട് ഷെഫീന ബീവി ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഷെഫീന ബീവി പോലും പറയുന്നത് രേണുസുതി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമില്ല, ഒരു സംശയമാണ് അവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്, വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് സാധൂകരിക്കുന്ന രീതിയിലുള്ള പല ശബ്ദ സന്ദേശങ്ങളും പല ആളുകളും അവർ അയക്കുന്നുണ്ട്. അതിൽ കുറച്ച് ദിവസങ്ങളായി കൈ കിട്ടിയ ഒരു വോയിസ് ആണ് ഇപ്പോ ജനങ്ങളുടെ മുന്നിലേക്ക് അയച്ചിട്ടുള്ളത്. പോലീസുകാർ ഇത് അന്വേഷിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാകാം ഷെഫീന ബീവി ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടുള്ളത്. പല ആളുകളും പറയുന്നത് പോലീസുകാർക്ക് കൈമാറിക്കൂടെയെന്ന്. കൈമാറി കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യം അവർ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പോലീസുകാർ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും തരും എന്നുള്ളൊരു കാര്യം. ഇപ്പൊ എന്തായാലും ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
ഇപ്പോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസുകാരുടെ അന്വേഷണങ്ങൾ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. മറ്റുള്ള തിരക്കുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വോട്ടെണ്ണൽ ദിവസങ്ങളാവുമ്പോഴേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുക തന്നെ വേണം. ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. എയർപോർട്ട് വഴിയുള്ള ഒരുപാട് കള്ളക്കടത്തുകൾ ഇതിനോടൊക്കെ തന്നെ നിരന്തരമായിട്ട് ഡെയിലി പിടിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടുള്ള ഗോൾഡ് കൊണ്ടുവരാം, പക്ഷെ അതുകൊണ്ട് ഇവർക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല. വേറെ രീതിയിൽ കൊണ്ടുവന്നാലേ കള്ളക്കടത്താണെങ്കിൽ ലാഭം ഉണ്ടാവുള്ളൂ. ഇവക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ ഇപ്പം എന്നെ പാവം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നല്ല ഞാൻ എനിക്ക് വാട്സപ്പ് നമ്പറൊക്കെ ബഹുമാനിച്ച് എനിക്ക് മെസ്സേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവളൊന്ന് ഓവറായി പോയി. അതാണ് കൂടുതലും വെറുത്തോണത്. പക്ഷേ സ്വന്തമായിട്ട് ഭർത്താവ് മരിച്ച് സ്വന്തമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നതും സ്വന്തം കാലിൽ നിൽക്കുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. ഞാനും 10 വർഷമായി ഞാൻ ഒരു സിംഗിൾ മദറാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് ചിലപ്പോൾ പലരിൽ നിന്നും നമുക്ക് പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും. അതൊക്കെ ശരിയാണ്. പക്ഷേ കുറച്ച് ഓവറായി പോകുന്നത് അത് സെബീന പറഞ്ഞത് കറക്റ്റാണ്. ഇത് കണ്ടാലൊരു പാവം കുട്ടിയാണ്. ഞാൻ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു എങ്ങനെ ആ കുട്ടി എങ്ങനെയെന്ന്. പക്ഷേ ഓവർ റിയാക്ഷൻ കാണിക്കുന്ന ഒരു രീതിയിൽ കാണുമ്പോഴത്തേക്ക് ചിലർക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നാറുണ്ട്. സാരി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഉടുത്ത് നിൽക്കാം. അപ്പം അത് കാണിക്കണം എന്നുള്ള ഒരു ഇതിലായി എന്നല്ലോ അങ്ങനെ ഇരുന്നത്. നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് മറച്ചു വെച്ച് ഡാൻസ് കളിക്കാം പല ഭാഗങ്ങളും ഇല്ലേ? അതെ, മറച്ചു വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ മറക്കാതെ കാണിച്ചാലേ റീച്ച് ഉള്ളൂ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണല്ലോ. അതിനിടയിൽ എന്തായാലും നല്ല അലിഗേഷൻസ് തന്നെയാണ് പുറത്തു വരുന്നത്. ഹനാനൊരു കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല. പിന്നെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണസുവിനെ പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പോലീസുകാർ പിന്നെ അട്ടം നോക്കിയിരിക്കുകയാണോ, അവർ പരിശോധന നടത്തിയതിന്റെ ശേഷം പുറത്ത് വിടുള്ളൂ എന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. ഒരു ഡൗട്ട് ഷെഫീന ബീവി പറയുന്നു. അതിന് സാധൂകരിക്കുന്ന രീതിയിൽ ഒരു ശബ്ദ സന്ദേശം വരുന്നു. അവർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ ഒരുപാട് ആളുകളെ കാണാറുണ്ട്. ആ പല ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. വലിയ ടീമാണ്. 8ന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഷെഫീന ബീവി തന്നെ പറയുന്നത് 8ന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള വലിയ ടീമുമായിട്ടാണ് കളിക്കുന്നത്. അപ്പൊ ഒരു റിസ്ക് ഉള്ള കാര്യമാണ് ഷെഫീന ബീവി ഇപ്പൊ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ രണസുനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്തിനെ ആരോപിക്കുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു സാധനം ഇല്ല. അപ്പൊ ഷെഫീന ബീവിയോട് കമന്റ് ഇട്ട് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൊടുക്കുന്നത് രണസുനയുടെ പേര് പറയുന്ന സാധനങ്ങൾ പോരെ, അത് അടുത്ത ദിവസങ്ങളിൽ ഇടാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്തായാലും നമുക്ക് കാത്തിരിക്കാൻ കിട്ടട്ടെ, അപ്പൊ നോക്കാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതായത് ഇവർ മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ കുറച്ച് പ്രസ്താവനകളാണ്. അതൊന്ന് കേൾക്കാം. ചേച്ചി മദ്യപിക്കുമെന്ന് തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടാണോ ചേച്ചിനെ എല്ലാരും വേട്ടയാടുന്നത്? ഒരു പരിധി വരെയാണ്. കാരണം എനിക്ക് മനസ്സിൽ കള്ളമൊന്നും നിൽക്കാത്ത ഒരാളാണ്. ആരാണ് മദ്യപിക്കാത്തവരാണ്? മദ്യപിക്കാത്ത ആളുകൾ ഒരുപാടുണ്ട് ഇവിടെ ഈ നാട്ടില്. ഇനി മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവരൊന്നും എല്ലാ സ്ത്രീകളും വന്നിട്ട് ഞങ്ങൾ മദ്യപാനികളാണെന്ന് പറഞ്ഞ് നടക്കാറില്ല. ആദ്യമായിട്ടാണ് ഒരു വിധവ മദ്യത്തിനെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നത് കാണുന്നത്. ഞാൻ വിധവകളുടെ രാജകുമാരിയാണെന്നൊക്കെ അല്ലേ പറയുന്നത്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മദ്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. മദ്യപിക്കാത്തത് ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കോട്ടയത്തുള്ള ഞങ്ങൾ കുറച്ച് മദ്യപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടയത്തുള്ള സ്ത്രീകളൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ആ വീഡിയോയിലുള്ളത്. ഞാൻ കാണിക്കുന്നില്ല. പക്ഷെ മദ്യപാനത്തിനെ ഇത്ര സിംപിൾഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാള് ബാക്കിയൊന്ന് കേട്ടോക്കെ. അങ്ങനെ ഒരു മൂഡൊന്നും ഇല്ല. എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ആ ചേച്ചി ശരി, ഞങ്ങളൊക്കെ വിശ്വസിച്ച് കേട്ടോ. എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലാത്ത അടിക്കാറ്. പക്ഷെ ഞാനല്ല. ആ ഡയലോഗ് അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഡെയിലി അടിയാണെന്നുള്ളത്. ഇതെന്താടാ? ബാർ ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള ഡാൻസ് കളിയാണല്ലോ. ഏതോ ഒരു ചെങ്ങായിനായിട്ട് പൊരിഞ്ഞ കളിയാണ് കേട്ടോ. ചെമ്പരത്തി റെസ്റ്റോറന്റ് ബാർ. കൊള്ളാം ചേച്ചി, കൊള്ളാം. അറിയാണ്ട് കയറി വന്നതാണ്. എന്തായാലും കയറി വന്ന സ്ഥിതിക്ക് നിങ്ങളൊന്ന് കാണുക. ആ രണസനയുടെ ആ ഒരു ഇനി അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന വീഡിയോ വേണമെങ്കിൽ പുറത്ത് വിടാമെന്നൊക്കെയാണ് ആ ചേച്ചി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതെന്തായാലും നമുക്ക് കാണാം. ഞാൻ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പൊ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്. വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി, നല്ല അടിപൊളി വിധവ. മദ്യത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു വിധവ ഉണ്ടാവൂല കേട്ടോ. പിന്നെ അബ്സലൂട്ട് സ്മിർനോഫ്. മദ്യപിക്കുന്ന വീഡിയോ അധികം വൈകാതെ തന്നെ പുറത്തു വരും. അപ്പൊ നമുക്ക് കാണാം അത് എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ. എന്തിനാണോ ഇങ്ങനെ കള്ളിനെയും മദ്യത്തെയും വൃത്തികേടിനെയും പ്രോത്സാഹിപ്പിക്കുന്നത്? ഊളത്തരത്തിന് എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്റെ വീട്ടമ്മമാരെ, നിങ്ങൾ ഇപ്പൊ ഇവർ അധ്വാനിച്ച് ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ മദ്യപാനമാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ കോട്ടയത്തുള്ള സ്ത്രീകളൊക്കെ 2 വിടുന്നവരാണ് എന്ന് പറയുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കള്ള് ഷാപ്പിൽ കാണിച്ച ഊളത്തരങ്ങൾ കണ്ടില്ലേ? പിന്നെ സബ്സ്ക്രിപ്ഷനും കണ്ടല്ലോ അല്ലേ?
ഇനിയും പൊന്നെ അമ്മച്ചിമാരെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. പെൺകുട്ടി അധ്വാനിച്ച് ജീവിക്കുക, ഇതാണ് അധ്വാനം. അപ്പൊ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സ്ത്രീകളെ നിങ്ങൾ എന്താ പറയാ, അതാണ് അധ്വാനം. ഇത് മേലനങ്ങാതെ തിന്നാൻ വേണ്ടിയിട്ട് എന്റെ കാലി കണ്ടില്ല, എന്റെ കാലിന് ആരാധകരുണ്ട്, എന്റെ എന്നാ പറഞ്ഞ ഈ സാധനമാണോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? കൊള്ളാം കൊള്ളാം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായം പറയാം. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വരും ദിവസങ്ങൾ പുറത്തു വരുമല്ലോ. അപ്പൊ കാണണം കേട്ടോ ചാച്ചിമാരെ, സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിമാരെ, നിങ്ങളൊക്കെ ഇവിടെ. അപ്പൊ വീണ്ടും വരാൻ കേട്ടോ പുതിയ വാർത്താ വിശേഷങ്ങളുമായി. സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.